ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ ഈ ആഴ്ച എന്താണ് വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടാവില്ല, ലാലട്ടം വരില്ല. എന്ന് വെച്ചാൽ ഈ ആഴ്ച മൊത്തം ഫാമിലി വീക്കെൻഡ് ആക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഇവർ. ഇന്നാണ് ജാസ്മിൻ്റെ റസ്മിൻ്റെ ഫാമിലി കയറുന്നത്. അത് ഷിമറ ലൈവിൽ കാണിക്കൂല. ലൈവിൽ കാണിക്കുന്ന തലേ ദിവസം ഇന്ന് നടന്ന താരമാണ് നാളെ ലൈവിൽ കാണിക്കുന്നത്. എന്നിട്ട് അത് വൈകിട്ട് തന്നെ എന്താണ് എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ജാസ്മിൻ്റെ ഫാമിലി വരും, കയറിയിട്ടുണ്ട്. ജാസ്മിൻ്റെ റസ്മിൻ്റെ ഫാമിലി ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഇന്ന് കയറും, നാളെ ലൈവിൽ വരും. നാളത്തെ രാത്രിയോടെ എല്ലാം തീരും. ബിഗ് ബോസിൻ്റെ ഫാമിലി എപ്പിസോഡ് നാളത്തെ വൈകിട്ട് ചെയ്യുമ്പോൾ ഇന്ന് തീരും. ബിഗ് ബോസിൽ ഇന്ന് തീരും, നാളെ നമുക്ക് തീരും. അപ്പോൾ തിങ്കളും ചൊവ്വയും സാധാരണ ശനി ഞായർ കൂടെയാണ് തിങ്കളും ചൊവ്വയും വന്നത്. പിന്നെ മാത്രമല്ല മെയ് 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അതിനനുസരിച്ച് സ്പെഷ്യൽ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ലാലേട്ടൻ്റെ ബർത്ത്ഡേൻ്റെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നാളെ ആയിരിക്കും ഷൂട്ട് ചെയ്യണത്. അത് തിങ്കളാഴ്ച ആയിരിക്കില്ല, 21-ാം തീയതിയാണ്. അപ്പോൾ അത് ചൊവ്വാഴ്ച ആയിരിക്കും ടെലികാസ്റ്റ് ചെയ്യണത്. അത് പിന്നെ തിങ്കളാഴ്ചത്തേക്കുള്ളത് മിക്ക എവിക്ഷൻ്റെ കാര്യങ്ങളൊക്കെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച ഉണ്ടാവുന്നത് ഈ ലാലേട്ടൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാമൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ജാസ്മിൻ്റെ ഫാമിലിയും റസ്മിൻ്റെ ഫാമിലി നാളെ ആയിരിക്കും ലൈവിൽ വരുന്നത്. ഇന്ന് വന്നിട്ടുണ്ട് വീട്ടിനകത്ത്, പക്ഷെ നാളെ ആയിരിക്കും ലൈവിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഒരു ഫാമിലി ജാസ്മിനെ വെച്ചാൽ അത്രയും പുറത്ത് നല്ല വിവാദങ്ങളും എല്ലാം ഉണ്ടായിട്ട് അവർ വന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം കാണാൻ ആകാംക്ഷയൊക്കെ ഉണ്ടാവും. ഈ ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞ പോലെ ജാസ്മിൻ്റെ വാപ്പയോ ഉമ്മയോ അതിനെക്കുറിച്ചോ പുറത്തുള്ളതിനെക്കുറിച്ചോ എന്തെങ്കിലും സൂചന കൊടുക്കുക, അല്ലെങ്കിൽ ഗബ്രീനെ ഫോട്ടോ വലിച്ച് കീറോ എന്തൊക്കെ എന്തായാലും നമുക്ക് നാളെ ലൈവ് കാണുന്നവരോട് നമുക്കത് മനസ്സിലാവും. നമ്മൾ ലൈവിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ രാത്രി ടെലികാസ്റ്റ് ചെയ്യുന്നതോടെ നാളത്തുള്ള ഈ ആഴ്ചയുള്ള എല്ലാം ഈ ഫാമിലി ടാസ്കും നിർത്തുകയാണ്.